ഐശ്വര്യം വന്ന അർദ്ധരാത്രിയിൽ കൊട പിടിക്കണ കാണണമെങ്കി വാ. നല്ലു നല്ലു, പിന്നാമ്പുറത്ത് വന്ന് ഏതോ പട്ടി കുരക്കണുണ്ട്. ഒരു കല്ലെടുത്ത് ഓടിച്ചതിന്. തക്കടോ, ഒരു പേപ്പട്ടി എവിടെയോ കിടന്ന് കുരക്കുന്നുണ്ട്. ഒരു കല്ലെടുത്ത് അതിന്റെ വായിലോട്ട് തിരികെ വെക്കടാ. നല്ലു, സയ്യുമായിട്ട് ട്യൂഷന് പോകുമ്പോ സൂക്ഷിച്ചോണേ. പേപ്പട്ടികളെയൊക്കെ കല്ലെടുത്തെറിഞ്ഞ് ചാക്കി കെട്ടി കൊണ്ടുപോകുന്നാ പറഞ്ഞേക്കുന്നത്. തക്കടോ, ഒരു ഇട്ടുകൊത്തിയെടുക്കണോ? നല്ലു, നിങ്ങൾ തല്ലുന്ന ചോറിലെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. ചിലരുടെ പുറം പൊളിക്കാനുണ്ട്. സ്കൂളിൽ പോയിട്ട് 1 മണിക്കൂർ ആയല്ലേ, നീ ആയിട്ട് സംസാരിക്കുന്നത്? ഏട്ടനിപ്പോ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവള് പോകുന്നൊക്കെ എനിക്കറിയാം. എന്തുവാടി എന്ത് ഞാൻ എന്തുവാടി കാണുന്നത്? എന്ത് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇതുവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്നും നീ ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയോ? പിന്നെ സത്യം പറ, ബ്യൂട്ടി പാർലറിൽ പോയോ? ചേട്ടൻ കണ്ടാ ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലും പോകുന്നത്? ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. കള്ളം പറയരുത്, നീ ഫേഷ്യൽ ചെയ്തു? പോയിട്ടില്ല. പോയി ഞാൻ നാണം കിടത്തില്ല. ഞാൻ പോയിട്ടില്ല. ഇത് ഭയങ്കര ഗ്ലാമർ ആയാലും ഭയങ്കര സുന്ദരിയായി നീ ഇന്ന്. ഉച്ചക്ക് എന്ത് വേണം സ്പെഷ്യല്? ആ ഉച്ചക്ക് എന്താ സ്പെഷ്യല്? എന്ന് കിട്ടുന്ന പോലെ മുള ഉടച്ച് തന്നാ മതി. ഒന്നല്ല, ആ കോഴീനെ അങ്ങ് വെട്ടട്ടെ. ഏത് കോഴീനെ? നമ്മുടെ കോഴീനെ. അത് മുട്ട കിട്ടുന്ന കോഴിയല്ലേ? 6 രൂപ കൊടുത്താ ഞാൻ കടയിൽ നിന്ന് മുട്ട കിട്ടിയല്ലേ, പിന്നെന്താ കുഴപ്പം? 6 രൂപ? 6 രൂപ കൊടുത്താ ഞാൻ ഓടുന്നു. ഫേസ്ബുക്കിൽ ഒരുത്തൻ എന്നെ ഭയങ്കര ശല്യം. ആരടി അവൻ? എനിക്കറിയില്ല. അവന്റെ പേര് പറ നീ. അവന്റെ പേര് രൺബീർ കപൂർ. അവൻ നിന്നോട് എന്താണ് പറയുന്നത്? അവൻ എന്റെ ഫേസ്ബുക്കിൽ നിന്ന് ഫോൺ നമ്പർ എടുത്തന്നേ. എന്നിട്ട് ഭയങ്കര ശല്യമാ. ഓഹോ, അത് അവനെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. അവനെ ഞാനങ്ങ് തീർത്തേക്കട്ടെ. ഈ ഭൂമി നീ തുടച്ചു മാറ്റട്ടെ അവനെ ഞാൻ. വേണ്ട, അവനെ തീർക്കണ്ട. അവനെ തീർത്താ പിന്നെ ഗൂഗിൾ പേയിൽ എനിക്ക് ആര് പൈസ അയക്കും? നിനക്ക് ഗൂഗിൾ പേ പൈസ അയച്ചിരുന്നുണ്ടോ? അത് വിട്. അല്ല, കുഴപ്പമില്ല. ഇറക്കാതെ വിളവെടുക്കുകയാണ്. അവനെ വിട്ടുകളാ. വിട്ടുകള. ഇപ്പൊ ചേട്ടൻ എന്തായാലും എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ചേട്ടന് ജോലിയില്ലല്ലോ. എനിക്ക് ജോലിയില്ലാതെന്താ? എനിക്കൊരു മിഷൻ ഉണ്ട്. മിഷൻ ഉണ്ടോ? എന്നാ അത് ഇവിടെ കൊടുന്നിട്ട്. എന്തിന്? എന്റെ ബാവയുടെ വള്ളിനിക്കറും എന്റെ പാവാടയും തുന്നാലോ. പറയുന്നത് എന്റെ മിഷനിൽ നിന്റെ പാവാടയും ബാബയുടെ വള്ളിനിക്കറും ഒന്നും തുന്നാൻ പറ്റില്ല. അതെന്താ പറ്റാത്ത? തുള വീഴും. തുള വീഴുന്ന മിഷനോ? അതെന്ത് മിഷൻ? മിഷൻ ഗൺ. അയ്യോ, ചായ. എനിക്കിപ്പോ ചായ വേണ്ട. ചായ കുടിക്കുന്ന? എനിക്കിപ്പോ ചായ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്ന് തലവേനയുടെ ഗുളിക കഴിക്കും. അതിന് എനിക്ക് തലവേദന ഇല്ലല്ലോ. തലവേന ഇല്ലേ? ഇല്ല. ഏതാ? അതെന്തോ? വയറുവേദനയുടെ. എനിക്ക് വയറുവേദന ഉണ്ടെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? വയറുവേദന ഇല്ലേ നിനക്ക്? എന്താ രാവിലെ? എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരിക്കില്ല. ഇത് മേലുവേദനയുടെ. ഇത് കഴിച്ചു. ചൂടാ, എനിക്ക് മേലുവേദനയുടെ ഗുളിയൊക്കെ ഇതൊക്കെ എന്തിനാണ് എനിക്ക് തരുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ഒരു അസുഖം ഇല്ലല്ലോ. എനിക്കൊരു അസുഖമില്ല. ഞാൻ എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അസുഖങ്ങളായിരിക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അസുഖം ഇല്ലല്ലോ. എനിക്ക് ഇപ്പൊ ഒരു അസുഖമില്ല. ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ റേഷൻ കടയിൽ പോയിട്ട് സാധനം മേടിച്ചോണ്ട്. ഞാൻ റേഷൻ കടയിൽ പോകാനോ? നിങ്ങൾ പോയാൽ എന്താ കുഴപ്പം? എന്താ എടി, ലോക പ്രശസ്തനായ ഞാൻ റീൽ താരം ഷിബു റേഷൻ കടയിൽ പോകാനോ? എടി, എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് നിനക്കറിയാമോ? എനിക്ക് എത്ര ആരാധകരുണ്ടെന്ന് അറിയാമോ? ഞാൻ റേഷൻ കടയിൽ പോയാൽ എന്റെ ആരാധകർ എന്ത് വിചാരിക്കും? എന്റെ ദൈവമേ, ആ ടിക്ടോക്ക് നിർത്തിയപ്പോ ഞാൻ വിചാരിച്ചു എന്റെ കുടുംബം രക്ഷപ്പെട്ടത്. അപ്പൊ ഞാൻ ഒരു റീൽസുമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണ്? കുഴപ്പം, ഞാൻ റീൽസ് ചെയ്യുന്നോണ്ട് എന്നെ എത്ര പേര് എന്നെ അറിയുന്നറിയോ നിനക്ക്? വേണ്ട, നിങ്ങൾ റേഷൻ കടയിൽ പോവണ്ട. പിന്നെ നിങ്ങൾക്ക് ഇട്ട ഡ്രസ് അലക്കിയിടാലോ. ഒരു കൂന അവിടെ കിടക്കുന്നത്, അത് പോയി അലക്കിട്ടെ. എടുത്തോളാം. അതവിടെ കിടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാന്ന്. നിങ്ങൾ ഇങ്ങനെ മടി പിടിച്ച് കുട്ടിയും പിടിച്ചിട്ട് ഇവിടെ ഇരുന്നോ? കേട്ടല്ലോ, അതിനൊക്കെ വളം വെച്ച് തരാനോട്ടൊരു അമ്മയും. ഞാൻ സപ്പോർട്ട് ചെയ്യൂടി. അവനിവിടെ ചുമ്മാതിരിക്കൊന്നുമല്ലല്ലോ. അവനിവിടെ ഡിങ് ഡോങ് ചെയ്യുവല്ലേ? ഡിങ് ഡോങ് അല്ല, ടിക്ടോക്ക്. ഇപ്പൊ അതുമല്ല, വേറൊരു സാധനം റീൽസ്. എന്തായാലും അവൻ ചെയ്യും. നിനക്കെന്താടി ഇത്ര കുശുമ്പ്? അവൻ ഇതൊക്കെ ചെയ്തേ നാളെ ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ ആകത്തില്ലെന്ന് ആര് കണ്ട്? അമ്മ ഇത് ആരോടാണ് ഈ പറയുന്നത്? വല്ല കലാബോധം വേണ്ട ഇതൊക്കെ മനസ്സിലാക്കാൻ. കലാബോധം ഇതിലോട്ട് പോണെങ്കിലേ വല്ല പണിക്കും പോണം. നിങ്ങൾക്ക് മാന്യമായിട്ട് വല്ല പണിക്കും പൊക്കൂടെ? ഞാൻ പഠിക്കുവാനോ? എടി, നിനക്കറിയാമോ എനിക്ക് എത്ര കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയ ലൈക്ക് എത്രയാണെന്ന് നിനക്കറിയാമോ? 250 ലൈക്ക് എനിക്ക് കിട്ടി. 250 ലൈക്ക് ഞങ്ങളുടെ വീഡിയോയ്ക്ക്. 250 ലൈക്കിന്ന് ഒരു 10 ലൈക്ക് ഞാൻ രാവിലെ എടുത്ത് വെട്ടി പുഴുങ്ങിയിട്ട് പാത്രത്തിലാക്കി അങ്ങോട്ട് വെച്ച് തരാം. തിന്നോ?